ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 10 മിനിറ്റ് എന്തായാലും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനനുസരിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും. നെറ്റ്വർക്ക് ഫൈബർ ആണെങ്കിലും ചില കേസിൽ ഇന്റർനെറ്റിന് എന്തായാലും നമുക്ക് പണി തരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ഇന്റർനെറ്റിന്റെ അവസരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു തിങ്സ്. സോ ഇന്നത്തെ ഒരു സെക്ഷൻ മോർണിംഗ് മീറ്റ് ഒരു ബിസിനസ് മീറ്റ് തന്നെയാണ്. എംപവർ നിങ്ങൾക്ക് നൽകുന്ന ഒരു ബിസിനസ് ക്ലബ് മീറ്റ് ആണ് അല്ലെ. ഏകദേശം 1000 ചില്ലാനം ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എംപവർ നിങ്ങൾക്ക് മീറ്റിംഗ് കറക്റ്റ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോ എന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ക്ലിയർ ആണെങ്കിൽ ഒന്ന് അനീഫ്ക ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഇപ്പം നന്നായി. ഇപ്പം ഇപ്പം ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണ്. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. ഓക്കെ ഓക്കെ. സോ നമ്മുടെ സ്ലൈഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. വെൽക്കം ടു ദി 7 AM മോർണിംഗ് ബിസിനസ് ക്ലബ് മീറ്റ് അല്ലെ. അത് തൊട്ട് താഴെ നിങ്ങൾ കാണുന്നുണ്ടാവും വെബ് 2 വെബ് 3 മാറും. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെബ് 3 ടെക്നോളജി ആൻഡ് ഇമ്പോർട്ടന്റ് ഓഫ് ടോക്കൺസ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലെസൺ ഇതിനു മുന്നേ ഞങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എങ്കിലും ഇന്ന് നമ്മൾക്ക് വെബ് 3 എന്താണെന്നും അതേപോലെ ടോക്കൺസിന്റെ സാധ്യത എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മള് കോയിൻ ഫോർജിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ടോക്കൺസ് ആണ്. ആ ടോക്കൺസ് എന്ത് മൂല്യമുള്ള സാധനമാണ്, അല്ലെങ്കിൽ നിങ്ങളോട് വേറൊരു വ്യക്തിയോട് പറയുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് പറയുന്നുണ്ടാവും ഇതിനൊരു മൂല്യം വരൂല, അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ വേണ്ടി പറ്റില്ല അല്ലെ. നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ ഒരു വാല്യൂ ഇല്ലാത്ത, സീറോ വാല്യൂ ഉള്ള സാധനമാണ് എന്ന് പറയുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ അവയർനെസ് നിങ്ങൾ കൊടുക്കേണ്ടത് തീർച്ചയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ഇന്ന് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടാവും. റംഷാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. കണ്ണൂർ സ്വദേശിയാണ്. ദുബായിൽ ഇത്തിസലാത്തിൽ വർക്ക് ചെയ്ത വ്യക്തി കൂടിയാണ്. ബിസിനസ് ചെയ്ത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് വെബ് 3 ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വ്യക്തമായിട്ട് ആ ടെക്നോളജി ബേസ്ഡിലെ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കുന്ന എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനായിട്ട് കണക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റിൽ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടെക്നോളജി ബേസ്ഡ് പല ആൾക്കാർക്കും ഗൈഡൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും. കാരണം നമ്മൾ അറിവുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലെ. ഡ്രൈവിങ്ങും അറിവും ഒരേപോലെ തന്നെയാണ് അല്ലെ. നമ്മൾ അറിവ് കാലാകാലം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ടെക്നോളജി പരമായ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ട് വരും എന്നുള്ളതിൽ തീർച്ചയായത് കൊണ്ട് തന്നെയാണ് നമ്മൾ അറിവുകൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ യുഗത്തിൽ നിന്ന് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറണോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണോ എന്ന് വേണ്ടത് നമ്മൾ ചിന്തിക്കുക. സോ വെബ് 2 എന്ന് പറയുന്ന ടെക്നോളജിയിൽ നിന്ന് വെബ് 3 എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തയുണ്ട് എന്താണ് വെബ് 3 എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അറിയാത്ത സാധാരണക്കാരനായ ജനങ്ങൾ ചിന്തിക്കും എന്താണ് വെബ് 3, അല്ലെങ്കിൽ വെബ് 3 ടെക്നോളജി എന്താണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ കോയിൻ ഫോർജ് എന്തിനാണ് ഞാൻ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ കോയിൻ ഫോർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഗുണങ്ങൾ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ആ വെബ് 3 ടെക്നോളജിയിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്, സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഇന്ന ടോപ്പിക്സ്, ഇന്ന മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് അറിയാത്ത ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. വെബ് 3 ഈസ് എ കൺസെപ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദി വെബ് എന്ന് അവിടെ വ്യക്തമായിരുന്നു. ഞാൻ ഇവിടെ ടോപ്പിക് നിങ്ങൾക്ക് സ്ലൈഡ് വെച്ചതിൽ നിന്ന് അതിൽ എന്താണോ കണ്ടന്റ് അത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. അവിടെ വെബ് 3നെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെ. വെബ് 3 എന്താണ്, ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദി വെബ് എന്നാണ്. ഇന്റർനെറ്റിന്റെ അടുത്തൊരു, അല്ലെങ്കിൽ ലോകം അടുത്ത് ഇന്റർനെറ്റിന്റെ പുതിയൊരു വേർഷനിലേക്ക് മാറുകയാണ് അല്ലെ. ആ വേർഷന്റെ പുതിയൊരു വേർഷനാണ് ഇത് വെബ് 3 എന്ന് പറയുന്നത്. അവിടെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിലൂടെ ടോക്കൺ ബേസ്ഡ് എക്കണോമിക്സിലാണ് അല്ലെ. ഒരു ടോക്കൺ ബേസ്ഡ് സിസ്റ്റത്തിലൂടെ, ഒരു എക്കണോമിക്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് വെബ് 3 എന്ന് പറയുന്ന ടെക്നോളജി, അല്ലെങ്കിൽ വെബ് 3 എന്ന് പറഞ്ഞ ടെക്നോളജി കണക്ട് ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിൽ തന്നെയാണ് എന്നുള്ളത് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഡീസെൻട്രലൈസ്ഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ.
ഒരു സെൻട്രൽ അതോറിറ്റി കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ഒരു പ്രീ ഡിറ്റർമിനേഷനോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നോളജീന്റെ ഭാഗമായി പ്രൊജക്റ്റിലൂടെ റൺ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് വെബ്3 എന്ന് പറയുന്ന ടെക്നോളജി. വെബ്3 എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദി ഇന്റർനെറ്റിന്റെ ഫേസ് ആണല്ലേ. ലോകം ഇന്റർനെറ്റിന്റെ പുതിയൊരു ടെക്നോളജിയിലേക്ക്, ഒരു പുതിയൊരു വേർഷനിലേക്ക് മാറുകയാണ്. അപ്പൊ ഇത് അറിയുന്ന സാധാരണക്കാരനായ ആൾക്കാരുമായിരിക്കും ഇതെന്ത് എന്നെ കൊണ്ട് എന്താണ് ഇത് ഞാൻ യൂസ് ചെയ്താൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം, എനിക്കിതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വളർന്ന് ജീവിച്ച് മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അതും ഇതിനു മുന്നേ നടന്നിരിക്കുന്ന ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്തും ഇതേ ആൾക്കാർ പറഞ്ഞതാണെന്ത്, ഇതൊന്നും ഇവിടെ ലഭിക്കുന്ന സാധനമല്ല, ഇതൊന്നും ഇവിടെ കിട്ടത്തില്ല, നിങ്ങൾ ഇത് കിട്ടുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അത് മനസ്സിലായി അല്ലെ. ബിസിനസ് അവിടുന്ന് എന്ത് ചെയ്തു, ബിസിനസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ് ഇല്ലായ്മ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഷോപ്പ് പൂട്ടിപ്പോണ്ട അവസ്ഥയിലേക്കാണ്, കച്ചവടം ഇല്ല എന്ന് ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് അവനക്ക് മനസ്സിലായി ഞാൻ എന്തിലേക്കാണ് അപ്ഡേറ്റഡ് ആവേണ്ടത്, ഞാൻ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ബിസിനസ്സിന് എന്ത് ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്2 ടെക്നോളജിയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് എന്ത് ചെയ്തത് നമ്മൾ മാറിയത്. ആ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എന്ത് ചെയ്തു, ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല അല്ലെ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാസമാണ് ഇന്റർനെറ്റ് എന്നതിൽ നമുക്ക് ഈ ഒരു സംശയമില്ല അല്ലെ. ദ ഇന്റർനെറ്റ് ഈസ് അൺഡൗട്ടഡ്ലി ദ മോസ്റ്റ് സയന്റിഫിക് ടെക്നോളജി ഡെവലപ്മെന്റ് ദ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ടെക്നോളജി എവിടത്തോളം വളർന്നു, എത്രത്തോളം എത്തി, ഈ ടെക്നോളജിയുടെ പുതിയൊരു വേർഷൻ എവിടെയാണ്, നമ്മൾ ഏത് ടെക്നോളജിയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതിലേക്കാണ് മൈഗ്രന്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം. ഇന്റർനെറ്റിന്റെ അല്ലെങ്കിൽ വെബിന്റെ എവല്യൂഷൻ ഓഫ് വെബ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ എന്നല്ല, വെബ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജിന്റെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ ടെക്നോളജിയിലൂടെ യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ എലമെന്റ് അവിടെ മാറുന്നുണ്ട് എന്നുള്ളത് സാധാരണക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ് അല്ലെ. വസ്തുതപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സിനാരിയോ പ്രകാരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു, വെബ്1 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഏത്, അന്ന് ഇന്റർനെറ്റിന് നമുക്ക് റീഡ് ഓൺലി ഇന്റർനെറ്റിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ അവിടുന്ന് പ്ലാറ്റ്ഫോം മാറി, അല്ലെങ്കിൽ നമ്മളിപ്പോ പ്രസന്റ്ലി കുറച്ച് ആൾക്കാർ ആ പ്ലാറ്റ്ഫോമിലും, കുറച്ച് ആൾക്കാർ ടോക്കൺ എക്കണോമിയുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എംപവർ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ കോയിൻ ഫോർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പം വെബ്3 എന്ന് പറയുന്ന ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വെബ്3 എന്ന് പറയുന്ന ടെക്നോളജിയിലൂടെ വരുമാനങ്ങൾ നേടുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പ്ലാറ്റ്ഫോം എക്കണോമിയിൽ നമ്മൾ ഇപ്പോൾ ഉള്ളതെങ്കിൽ ഈ പ്ലാറ്റ്ഫോം എക്കണോമി മാത്രമല്ല ഇനി ഉള്ളത്, ഇനി ടോക്കൺ എക്കണോമിയും കൂടി വന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ മേഖലയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. 1989 കാലഘട്ടം മുതലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്റർനെറ്റിന്റെ വെബ്1 സീരീസിൽ എന്ത് ചെയ്യുന്നത്, 2005 കാലഘട്ടം വരെ ആൾക്കാർ അത് യൂസ് ചെയ്തതെങ്കിൽ ഏതൊരു ടെക്നോളജിന്റെയും പോരായ്മകൾ നിറഞ്ഞത് കൊണ്ടാണ് അടുത്തൊരു ടെക്നോളജി അവിടെ യൂസ് ചെയ്ത് വന്നത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് 2005 ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയത് അല്ലെ. ഇപ്പോ വെബ്3ന്റെ കാലഘട്ടമാണ് എന്ന് പറയാൻ കാരണം വെബ്2ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സംവിധാനങ്ങൾ വന്നു. വെബ്3ൽ നമുക്ക് പ്രതികരിക്കാനും ഓൺ ചെയ്യാനും അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തികച്ചും ഡീസെൻട്രലൈസ് ആയിട്ടുള്ള മെത്തേഡിലേക്കായിരിക്കും അത് വെബ്3ൽ. ഇന്ന് നമ്മൾ ട്രസ്റ്റ് കൊടുക്കുന്ന അതോറിറ്റികൾ ആയിക്കോട്ടെ, കമ്പനികളായിക്കോട്ടെ, അതിനേക്കാളൊക്കെ എത്രയോ മുകളിലായിരിക്കും അതിന്റെ ട്രസ്റ്റ്. ഏതിന്റെ, ഡീസെൻട്രലൈസേഷന്റെ ട്രസ്റ്റ്, അല്ലെങ്കിൽ വെബ്3 ടെക്നോളജിയിലെ ട്രസ്റ്റ്. ഇവിടെ വെബ്3ലാവുമ്പോൾ റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് ഓൺ ഇന്റർനെറ്റ് എന്നാണ്. ഈ ഇന്റർനെറ്റിലെ ഡാറ്റക്കാണ് ശരിക്കും പറഞ്ഞാൽ, ഇന്റർനെറ്റിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റയാണല്ലേ, ആ ഡാറ്റക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫുൾ കൺട്രോൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒന്നും മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷെ ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്തിനാണ് നമ്മൾ ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലെ. വെബ്3 കാലഘട്ടത്തിലെ ഇടപാടുകൾ പൂർണ്ണമായും പതുക്കെ പതുക്കെ എന്തിലേക്ക് മാറുമെന്ന് നമ്മൾക്കറിയാം. എംപവറിൽ നിൽക്കുന്ന സാധാരണക്കാരന് പോലും എന്തറിയാം, വെബ്3 ടെക്നോളജിയിൽ നമ്മൾ പൂർണ്ണമായും പതുക്കെ പതുക്കെ ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ക്രിപ്റ്റോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അല്ലെ. നമുക്ക് ഇന്ന് പേപ്പർ കറൻസി ഇല്ലേ, ഉണ്ട് അല്ലെ,
ഇല്ലേ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ ഞാൻ ചോദിക്കുന്നതിന് എന്ത് ചെയ്തോ മറുപടി തന്നോ? ഓക്കെ. നമുക്ക് ഇന്ന് പേപ്പർ കറൻസി ഇല്ലേ, അതിനെ തന്നെ ഡിജിറ്റൽ ആയ UPI ആപ്പുകളില്ലേ? പിന്നെ എന്തിനാണ് ഒരു ക്രിപ്റ്റോയിലേക്ക് ഒരു മാറ്റം എന്ന് നിങ്ങൾ സാധാരണക്കാരനായ ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം അല്ലെ? ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് ഇന്ന് എന്താ പേപ്പർ കറൻസി ഇല്ലേ? അന്നത്തെ പോലെ പേപ്പർ കറൻസി ഉണ്ടോ ഇന്ന് നമ്മുടെ കയ്യിൽ? ഇന്ന് നമ്മുടെ പോക്കറ്റിലാണോ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ളത്, അല്ല നമ്മളെ UPI വാലറ്റിലാണോ അല്ലെങ്കിൽ ബാങ്കിലാണോ നമ്മൾ ക്യാഷ് കൂടുതൽ സൂക്ഷിക്കുന്നത്? എന്തിനാണ് ആയിരിക്കും നമ്മൾ ബാങ്കിൽ ക്യാഷ് ഇപ്പൊ സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതിനെ തന്നെ ഡിജിറ്റലായി UPI ആപ്പുകൾ ഉപയോഗിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഒരു മാറ്റം എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, പണത്തിന്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ പല രൂപത്തിലും ഇടപാടുകൾ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ? ഓരോ രീതിയും മാറി നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മകൾ വരുമ്പോഴാണ് ഓരോ രീതികളും മാറി മാറി വരുന്നതെന്ന് നമുക്കറിയാം അല്ലെ? ഇപ്പോ നോട്ട് നിരോധനം വന്നു അല്ലെ? കൊറോണകൾ വന്നു. ആ സമയത്ത് നോട്ടുകൾ പിൻവലിച്ചു, നോട്ടുകൾ ആഡ് ഓൺ ചെയ്തു, ചിപ്പിലെ നോട്ട് വന്നു, ആ നോട്ടുകൾ പിൻവലിച്ചു, പുതിയ നോട്ടുകൾ വന്നു. ഇപ്പൊ 500 എന്ന് പറയുന്ന നോട്ടുകളുടെ ലഭ്യത കുറവാണ്. ഇപ്പൊ ATMകളിൽ നിന്ന് അധികം വരുന്ന എമൗണ്ടുകൾ 100ഉം 200ലേക്കും ഒതുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സ്റ്റെപ്പ് ബൈ ആണെന്ന് എന്ത് ഗവൺമെന്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് എന്തിലേക്കാണ് അവർ കാലെടുത്ത് വെക്കുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പണത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലെ? നമ്മൾ ഇന്ന് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നവരായി മാറണോ, അല്ലെങ്കിൽ ടെക്നോളജിയുടെ അടുത്തൊരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എത്തുന്നവരായി മാറണോ എന്ന് എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കും അല്ലെ? ഇവിടെ സ്ലൈഡ് പല രീതിയിലായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. അതില് മാക്സിമം നമുക്ക് ഇന്ന് ഈ ടൈമിങ്ങിനോട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് സംസാരിക്കും. സോ ഇന്ന് നമ്മൾക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പണപ്പെരുപ്പം തന്നെയാണ് അല്ലെ? കൂടുതൽ അച്ചടിക്കാനുള്ള സാധ്യതയാണ് ഉദാഹരണം അല്ലെ? ഒരു ഉദാഹരണം പറയണം, കൂടുതൽ അച്ചടിക്കാനുള്ള സാധ്യത ഏതിലുണ്ട്? പണപ്പെരുപ്പത്തിനുണ്ട് അല്ലെ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ, ഒരു മനുഷ്യന് ഒരു മാസം കഷ്ടപ്പെട്ട് 1 ലക്ഷം സമ്പാദിച്ച് അയാൾ അത് തൽക്കാലം ആവശ്യമില്ലാത്തത് കൊണ്ട് വീട്ടിലെടുത്ത് വെച്ച് 1 വർഷം കഴിയുമ്പോൾ അത് അദ്ദേഹം എടുത്ത് അപ്പോൾ അതിന്റെ മൂല്യം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹനീഫ് ക എന്ന് പറയുന്ന വ്യക്തി 1 ലക്ഷം രൂപ എനിക്ക് ഇപ്പൊ ആവശ്യമില്ല. ഒരു മനുഷ്യന്റെ കഷ്ടപ്പെട്ട് 1 ലക്ഷം സമ്പാദിക്കുന്നത്, ഇപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഹനീഫ്ക്കാന്ന് വിചാരിച്ചോ, ഹനീഫ്ക്ക് ഒരു മാസം കഷ്ടപ്പെട്ട് 1 ലക്ഷം സമ്പാദിച്ച് അത് തൽക്കാലം ആവശ്യമില്ലാത്തത് കൊണ്ട് ആ പൈസ അങ്ങനെ എടുത്ത് കളയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അത് ലോക്കറിലിട്ട് പൂട്ടുകയും അടുത്തൊരു വർഷം എടുത്ത് 1 വർഷം കഴിയുമ്പോൾ ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ആ വാല്യൂ എടുക്കുന്നത് എങ്കിൽ അപ്പോൾ അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട്? സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അവൻ പറയാ 1 ലക്ഷം തന്നെ ഉണ്ട്. അതിനെന്താ സംശയമുള്ളത്? 1 ലക്ഷം തന്നെ ഉള്ളൂ എന്ന് പറയും അല്ലെ? പക്ഷെ അതിനൊരു മൂല്യം ഉണ്ടല്ലേ? ഇന്നത്തെ നമ്മുടെ കണക്കുകൾ പ്രകാരം 7% മൂല്യം കുറയുന്നു എന്നാണ്. അതിനർത്ഥം അടുത്തൊരു വർഷമാകുമ്പോഴേക്ക് ഹനീഫ് ഖാന്റെ കയ്യിലുള്ള 1 ലക്ഷത്തിന്റെ വാല്യൂ 93,000 രൂപയിലേക്ക് എന്ത് ചെയ്യുന്നു, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് മാറുന്നത്? ഇന്ന് 1 ലക്ഷം രൂപക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ അടുത്തൊരു വർഷം കഴിയുമ്പോഴേക്ക് ആ 1 ലക്ഷം കൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഒന്നുകിൽ ആ പ്രൊഡക്റ്റിന് വാല്യൂ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ ആ സാധനം ഇല്ലാത്തത് ഡിമാൻഡഡ് ആയിട്ടുണ്ടാവും അല്ലെ? അപ്പം കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ മൂല്യം കുറയുന്നത് മാനസികമായിട്ട് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഹനീഫ് ഖാനെ സംബന്ധിച്ചോളം 1 ലക്ഷം രൂപ ഒരു ലോക്കറിൽ പൂട്ടിയിട്ട് അടുത്തൊരു വർഷമാകുമ്പോൾ അതെടുത്തിട്ട് അതേ സാധനം കിട്ടാത്ത സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ മൂല്യം ഇത്രത്തോളം ഇല്ലെങ്കിൽ എന്താണ്, മാനസികമായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ? അത് ആവശ്യാനുസരണം കൂടുതൽ അച്ചടിക്കുമ്പോഴാണ് മൂല്യം കുറയുകയും ചെയ്യുന്നത് അല്ലെ? നമ്മൾക്ക് ഒരു നോട്ടിന്റെ പണപ്പെരുപ്പം വർദ്ധിക്കുന്ന സമയത്ത് അതിന്റെ ലഭ്യത കൂടുമ്പോഴും എന്ത് ചെയ്യും, അതിന്റെ മൂല്യം കുറയുകയും ചെയ്യും അല്ലെ? അപ്പോ നമുക്ക് തോന്നും അങ്ങനെ അച്ചടിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ നമുക്ക് എന്ത് തോന്നും, സ്വർണം അല്ലെങ്കിൽ നോട്ടുകൾ നല്ല രീതിയിൽ അച്ചടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്ന് നമുക്കറിയാം അല്ലെ? അതായത് സ്വർണം മൂലധനമായി വെച്ചാലല്ലേ അച്ചടിക്കാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ 1971 ശേഷമാണ് കണക്കുകൾ അനുസരിച്ച് ഫിയറ്റിന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം കണക്കുകൾ അനുസരിച്ചിട്ടാണ് കറൻസികൾ എന്ത് ചെയ്യുന്നത്, വ്യക്തമായിട്ട് അച്ചടിക്കുന്നത്. ഇങ്ങനെ പല പോരായ്മകളും വരുമ്പോൾ അത് പരിഹാരം എന്നോളം പുതിയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടെക്നോളജി. അപ്പൊ ടെക്നോളജി മാറുന്ന സമയത്ത്
നമ്മൾ പേപ്പർ കറൻസികളോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ UPI പേയ്മെന്റുകളോ അതിനെ ഒരു പുതിയൊരു വേർഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മനസ്സിലാക്കാം. ഇപ്പോ ആ രൂപത്തിൽ നിന്ന് 2008 കാലഘട്ടത്തിലേക്കാണ് ടെക്നോളജി എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നുള്ളത് സാധാരണക്കാരനായ ഒരു വ്യക്തിയോട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും അല്ലെ? ക്രിപ്റ്റോ കറൻസി എന്താണ്? ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഇത് കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? ഇന്റർനെറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്റർനെറ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും നടക്കുന്നത്? അതിന് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഒരു വ്യക്തിക്കും കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിൽ ക്രിപ്റ്റോഗ്രാഫി അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ക്രിപ്റ്റോ കറൻസിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2008 കാലഘട്ടത്തിലാണ് കണ്ടുപിടിച്ച ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. 1963 കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന് തുടക്കം വന്നെങ്കിലും ഇന്റർനെറ്റ് പരിണാമങ്ങൾ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഇന്റർനെറ്റിന്റെ പുതിയൊരു വേർഷൻ ആയിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി രൂപം പ്രാപിച്ചത് എവിടുന്നാണ്? 2008 കാലഘട്ടത്തിലാണ്. അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നത് ഇന്ന് ലോകത്തെ ഇടപാടുകൾ സാധ്യമാക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയോടെ സുതാര്യതയോടെ ഒരു ഇടപാട് നടക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അപ്പൊ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോ ടോക്കൺസ്, ക്രിപ്റ്റോ മൈനിങ്, എയർ ഡ്രോപ്പ്, സ്റ്റേക്കിംഗ് എന്നുള്ള ടോപ്പിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നിലവിലുള്ള പണത്തിന്റെ എല്ലാ പോരായ്മകളും അതിൽ പരിഹാരമുണ്ട്. ഏതിന്? ബ്ലോക്ക് ചെയിനിൽ പരിഹാരമുണ്ട്. അപ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്ലോക്ക് ചെയിൻ ഇടപാട് നടത്തുന്ന കറൻസികൾ എപ്പോഴും എന്തായിരിക്കും? നിശ്ചിത എണ്ണമായിരിക്കും. അയക്കുന്ന ആളുകളും സ്വീകരിക്കുന്ന ആളുകളും ഇടയിൽ അതോറിറ്റിയോ മറ്റോ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഇത് ക്രിപ്റ്റോ കറൻസി. ഒരാള് അയക്കുന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് സ്വീകരിക്കാനും സാധിക്കും. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന പേയ്മെന്റ് സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാനുള്ള റിസ്ക്. ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസ്ക് ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്ന പേയ്മെന്റ് സംവിധാനങ്ങൾ എന്തായിരിക്കട്ടെ, ഗൂഗിൾ പേ ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഫോൺ പേ ആയിരിക്കട്ടെ, ഏതായിരിക്കട്ടെ, ഏത് ഹാക്ക് ചെയ്യുന്നതിനേക്കാൾ, ഏത് സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുന്നതിനേക്കാൾ അല്ലെങ്കിൽ വെബ് ടു ടെക്നോളജി ഹാക്ക് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് ഉള്ള ഒരു ടെക്നോളജിയാണ് ഇത് ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യുക എന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ കേവലം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള സംവിധാനമല്ല ഏത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ലോകം മൊത്തം അതിന്റെ സുരക്ഷയും സുതാര്യതയും തിരിച്ചറിഞ്ഞ് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നമുക്കൊക്കെ അറിയാം, സർക്കാർ പോലും നിലവിലെ കറൻസി, ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിന് അധിഷ്ഠിതമായി റൺ ചെയ്യുന്ന ക്രിപ്റ്റോയിലേക്ക് മാറാൻ ഉള്ള ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സാധാരണക്കാരനായ വ്യക്തി ക്രിപ്റ്റോ കറൻസി എന്താണെന്നും അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം അല്ലെ? എതിർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയുന്നില്ല നാളെ അത് ഞാൻ അത് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മൈഗ്രന്റ് ആയിരിക്കുന്ന, അല്ലെങ്കിൽ ആ സംവിധാനത്തോട് ഞാൻ പൊരുത്തപ്പെട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ആവും എന്നുള്ളതിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലെ? പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേവലം നമ്മുടെ നാട്ടിൽ മാത്രമായ ഒരു സംവിധാനമല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ? പിന്നെ ആളുകൾക്ക് പുതുമ ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ നിലവിൽ രജിസ്റ്റർ പോലും ചെയ്യാത്ത പല പേരിലും ഫണ്ട് കമ്പനികൾ നടത്തി മുങ്ങുന്ന ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസി കേൾക്കുന്ന സമയത്ത് പല ആൾക്കാർക്ക് പേടിയുണ്ടാവും. പക്ഷെ ഇപ്പോഴൊക്കെ എന്ത് ചെയ്തു, അത് മാറി മാറി വന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന UPI ആപ്പുകൾ വെച്ച്, പേപ്പർ കറൻസികൾ വെച്ചും എന്തെല്ലാം തട്ടിപ്പുകൾ നടന്നു. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഉപയോഗിക്കുന്നില്ലേ? ഇല്ലേ? മറിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? അതിന് ജാഗ്രത പുലർത്തിയാൽ മതി. അങ്ങനെയുള്ള സ്കാമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മൾ പണം അപഹരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൽ നിന്ന് മാറി നടന്നാൽ മതി. ഒരു കാലത്ത് ടിവിയും ഇന്റർനെറ്റും മൊബൈലും ഗൂഗിൾ പേയും ഒക്കെ എതിർത്ത, അല്ലെങ്കിൽ ഇന്ന് അതിന്റെ ഉപയോഗം മനസ്സിലാക്കി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്ത ആൾക്കാർ തന്നെയാണ് നമ്മൾ എല്ലാവരും. നമ്മൾ എന്ത് ചെയ്യും? അത് ഏറ്റെടുത്തതുപോലെ ടിവിയും ഇന്റർനെറ്റും, അന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും
ടെക്നോളജി പരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റേഡിയോ ആയിരുന്നു മെർഫി എന്ന് പറഞ്ഞ റേഡിയോ. ആ കമ്പനി എന്ത് ചെയ്തില്ല, ഇന്ന് മാർക്കറ്റിലില്ല. ഫിലിപ്സ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് മാർക്കറ്റിൽ വളരെ വിരളമാണ്. അവിടെ ഓരോ ടെക്നോളജികളും മാറി മാറി വന്ന സമയത്ത് ആ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ മാത്രമാണ് ഇന്നും എന്തുള്ളത് മാർക്കറ്റിൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, ആ സമയത്ത് നമ്മളും എന്ത് ചെയ്യുക, അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് 1 ലക്ഷം മുടക്കി സ്വർണം വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് 1 ലക്ഷം മുടക്കി ഒരാൾ സ്വർണം വാങ്ങിക്കുന്നു, ആ ഒരാൾക്ക് അതിന്റെ വില 0 എത്തിയാൽ ആരാണ് ഉത്തരവാദിയാവുക? ഇപ്പൊ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യുന്ന സമയത്ത് ഇന്ദിര മാഡം പറയുന്നു ക്രിപ്റ്റോ കറൻസി തട്ടിപ്പാണ്, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് നഷ്ടത്തിലേക്കാണ് പോവുക. അങ്ങനെയാണെങ്കിൽ ഇന്ദിര മാഡം സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ടാവും. ഇന്ന് സ്വർണത്തിന്റെ വാല്യൂ നിങ്ങൾക്കൊക്കെ അറിയാം, 60 വർഷത്തിന് ശേഷമാണ് 90,000-ന് മേലെ കയറിയത് അല്ലെ. വെറും 16 വർഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിയുടെ മദർ കറൻസി ആയിരിക്കുന്ന ബിറ്റ് കോയിൻ എത്ര വാല്യൂയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. 16 വർഷത്തിന്റെ ഗ്യാപ്പിൽ 0 വാല്യൂയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ മണി പറയുകയാണെങ്കിൽ 0 വാല്യൂല് 2009 അത് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് 0.0041 എന്ന പ്രൈസിൽ നിന്ന് ഇന്ന് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ണഞ്ചിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കണ്ണ് തള്ളി പോകുന്ന രീതിയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ന് മാർക്കറ്റിലേക്ക് അതിന്റെ വാല്യൂ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോഴും ഇത് കാണുന്ന ആൾക്കാർ എന്താണ് ബിറ്റ് കോയിൻ പോലും അറിയാതെ അല്ലെങ്കിൽ എന്താണ് ക്രിപ്റ്റോ കറൻസി ഒന്നും അറിയാതെ അത് തട്ടിപ്പാണെന്ന് പറയുന്ന ആൾക്കാർ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് 1 ലക്ഷം മുടക്കി സ്വർണം വാങ്ങി വെക്കുന്ന ഒരാൾക്ക് അതിന്റെ മൂല്യം 0 എത്തിയാൽ ആരാണ് ഉത്തരവാദിയാവുക? നമ്മൾ ഉത്തരവാദിയാവുമോ? നമ്മളെ കയ്യിൽ ആ ഒരു സാധനം അതിനൊരു വാല്യൂ ഉള്ള സമയത്താണ് അതിനെന്തുണ്ടാവുക, ഒരു വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമ്മളെ കയ്യിലേക്ക്, ഇല്ലെങ്കിൽ അത് മണ്ണാണ് അല്ലെ. ഇപ്പൊ മണ്ണിന് പോലും വാല്യൂ ഉണ്ട്, ശരിയായിരിക്കാം. അപ്പൊ ഈ ഒരു ഗോൾഡ് നാളെ 0 പോയി കഴിഞ്ഞാൽ ആ സാധനം എന്താണ്, ഒരു പുരാവസ്തു പോലെയായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ ഈ വാല്യൂ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കമ്മ്യൂണിറ്റിയാണ് അല്ലെ. പിന്നെ എന്താണ് ഇങ്ങനെ ഒരു ചോദ്യം എന്ന് പറയാനുള്ള കാരണം, സ്വർണം എന്നത് ലോകത്ത് അത്രയും പോപ്പുലറായ ഒരു സംവിധാനമല്ലേ. എന്നാൽ അതിനേക്കാൾ പ്രയാസമായിരിക്കും ബിറ്റ് കോയിൻ 0 എത്തുക എന്നുള്ളത്. ഇപ്പം സ്വർണം ഒരു 0 പോവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും നടക്കാത്ത ഒരു സംവിധാനം. നടന്നുകൂടായില്ല, പക്ഷെ നടക്കില്ല എന്നുള്ളത് കാരണം എന്താണ്, അത് കമ്മ്യൂണിറ്റിന്റെ കയ്യിലുണ്ട്, അതിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ക്രിപ്റ്റോ കറൻസി ആയിരിക്കുന്ന ബിറ്റ് കോയിൻ 0 എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ബിറ്റ് കോയിന് അല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ടെക്നോളജി എന്ന് പഠിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. ആ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും സ്മാർട്ട് കോൺട്രാക്റ്റും ഡീസെൻട്രലൈസേഷനും, അതേപോലെ ലിക്വിഡിറ്റി എന്താണെന്നുള്ളതും ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പൊ ഒരു ആകത്തുക നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഞാൻ പറഞ്ഞിരിക്കുന്ന ചില പോയിന്റുകളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളതും ക്രിപ്റ്റോ കറൻസികള് ഒരു ഡിജിറ്റൽ കറൻസി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ക്രിപ്റ്റോ കറൻസി ഒരു ഡിജിറ്റൽ കറൻസി ആണ്. ഈ കറൻസി ഒരിക്കലും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഇപ്പം ഗ്രീൻ കളർ ഷർട്ട് അദ്ദേഹം ഇട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം അവിടെ ഒന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അദ്ദേഹത്തിന്റെ പേഴ്സിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക അല്ലെ. ഇത് അദ്ദേഹത്തിന് എന്ത് വേണം, ഇന്റർനെറ്റ് ട്രാൻസാക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡോളേഴ്സ് ആയിട്ട് മാറ്റണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലെ വാല്യൂ, ഇപ്പൊ അമേരിക്കയിലേക്ക് പോയിരിക്കുന്ന, ന്യൂയോർക്കിലേക്ക് പോയിരിക്കുന്ന നമ്മൾ അസീം സാറിന് 1000 രൂപ അയച്ചു കൊടുക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്ന അദ്ദേഹം ചിന്തിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ ഇപ്പൊ അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക? പണ്ടത്തെ സംവിധാനമാണെങ്കിൽ അദ്ദേഹം ആ 1 ലക്ഷം രൂപ എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, എക്സ്ചേഞ്ചിൽ പോകും, എക്സ്ചേഞ്ചിൽ നിന്നാണ് അതിന് കൈമാറ്റം ചെയ്ത് കൊടുക്കാം അല്ലെ. അപ്പൊ അവിടെ ട്രാൻസാക്ഷൻ ഫീയും 1 ലക്ഷം ഇടേണ്ടവർക്ക് 80,000 മാത്രം അങ്ങോട്ടേക്ക് എത്തുന്ന രീതിയിലേക്ക്, അറൗണ്ട് ആണ് ഞാൻ പറഞ്ഞത് ഒരു എക്സാമ്പിൾ, ഒരു 80,000 രൂപയോളം മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കുമെങ്കിൽ അത്രയും ഹെവി ട്രാൻസാക്ഷൻ ഫീയും അതിനെടുക്ക ആ ബ്രോക്കറേജ് ചെയ്തിരിക്കുന്ന എക്സ്ചേഞ്ച്, ഈ എമൗണ്ട് അവിടെ എത്തുമോ എത്തില്ലേ, ഇത് എപ്പോഴാണ് കിട്ടുക, അല്ല 3 ദിവസം കഴിഞ്ഞിട്ടാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതേ 1 ലക്ഷം രൂപ പ്രവീൺ ബ്രോൻ എന്ത് ചെയ്യണം, അസീം സാറിന് എത്തിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്, ആ വാല്യൂവിനെ ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ യോജിച്ചതായിട്ടുള്ള ഒരു കാര്യം. അദ്ദേഹം എന്ത് ചെയ്യണം, അത് ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റണം. ആ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഡോളേഴ്സ് ആക്കി ഒരു ഫിയറ്റ് കറൻസിയാക്കി, ഫിയറ്റ് കറൻസിനെ മാറ്റി ഒരു ഡിജിറ്റൽ കറൻസിയാക്കി മാറ്റുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി
അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാല്യൂ ഡിജിറ്റൽ അസറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടോക്കൺസ് കീപ്പ് ചെയ്യുന്ന ഡിജിറ്റൽ വാലറ്റുകൾ എന്ത് ചെയ്യേണ്ടി വരും, അദ്ദേഹം ഉപയോഗിക്കേണ്ടി വരും അല്ലെ. അപ്പോ അദ്ദേഹം ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പിയർ ടു പിയർ ട്രാൻസാക്ഷൻ. ഇപ്പൊ അസീം ഖാന്റെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അസീം ഖാന്റെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് ക്രിപ്റ്റോ കറൻസികൾ സെക്കൻഡുകൾ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇപ്പൊ കോയിൻ ഫോർജ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ കോയിൻ ഫോർജിലേക്ക് ഐ ഡി അടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ഓണർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1,00,000 രൂപയോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ വാല്യൂ തൊട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ നിങ്ങൾ അതിന്റെ ഡോളറാക്കി മാറ്റുകയും അത് ഡിജിറ്റൽ വാലറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ഡിജിറ്റൽ വാലറ്റിൽ നിന്നുകൊണ്ട് കോയിൻ ഫോർജിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വാല്യൂ യൂസ് ചെയ്യുകയും ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മെക്കാനിസം, പിയർ ടു പിയർ മെക്കാനിസം നടക്കുന്ന സമയത്ത് എവിടെയാണോ കറസ്പോണ്ടിങ് ആയിരിക്കുന്ന വ്യക്തി, ആർക്കാണോ ആ വാല്യൂ ലഭിക്കേണ്ടത് അദ്ദേഹത്തിലേക്ക് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലേക്ക് എലിജിബിൾ ആയ വ്യക്തിയിലേക്ക് ആ വാല്യൂ പോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രീ ഡിറ്റർമിനേഷനോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ വാല്യൂ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റിന്റെ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട്, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലൂടെ, ഒരു സിസ്റ്റത്തിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, എവിടത്തേക്കാണ് ആ വാല്യൂ പോകേണ്ടത് ആ വാല്യൂവിലാണ് എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടെ ടോട്ടലി പറയുകയാണെങ്കിൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ സിസ്റ്റം പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി പ്രീ ഡിറ്റർമിനേഷനോട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിൽ എന്താണോ ഇതിന്റെ ഡെവലപ്പർ എഴുതി ചേർത്തിരിക്കുന്നത്, അദ്ദേഹം എഴുതി ചേർത്തത് എവിടത്തേക്കാണോ ആ വാല്യൂ പോകേണ്ടത് അല്ലെങ്കിൽ ഏത് നെറ്റ്വർക്കിലേക്ക് അല്ലെങ്കിൽ ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിലേക്കാണ് ആ വാല്യൂ പോകേണ്ടത് എന്നുള്ള ഒരു സംവിധാനം, ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതം പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മാർട്ട് കോൺട്രാക്ട് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയിലേക്ക് സേവ് ചെയ്യപ്പെട്ടതോടുകൂടി, അതും പബ്ലിക് ബ്ലോക്ക് ചെയിനിലേക്ക്. 4 തരം ബ്ലോക്ക് ചെയിൻ ഉണ്ടെന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവാം അല്ലെ. ഇവിടെ നമ്മൾ കോയിൻ ഫോർജിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇവിടെ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയ പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അതിന്റെ വാല്യൂ എവിടത്തേക്ക് പോകുന്നു, അദ്ദേഹത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഷോർട്ട് ആക്കിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ എന്താണെന്നുള്ളതും സ്മാർട്ട് കോൺട്രാക്ട് എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണെന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് അടുത്ത സെക്ഷനിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അവിടെ ടെക്സ് സെക്സ് എന്നുള്ള ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ഡോളേഴ്സിനെ പർച്ചേസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇന്ന് കോയിൻ ഫോർജിലൂടെ ഒരു ഐഡിയ അടിച്ചിരിക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു $1,050 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ ആണ്. നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതും ക്രിപ്റ്റോ ടോക്കൺ തന്നെയാണ്. ഇന്ന് അതിനുള്ള വാല്യൂ 0 ആണ്. 2008 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന മദർ കറൻസി ഇറങ്ങുന്ന സമയത്തും അതിന്റെ വാല്യൂ 0 തന്നെയാണ്. അത് യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. 2009 ബിറ്റ്കോയിന്റെ വാല്യൂ 0.0041. ഇന്ത്യൻ മണി അറൗണ്ട് പറയുകയാണെങ്കിൽ 90 ഇക്വലന്റ് ആയിട്ട് കൂട്ടുകയാണെങ്കിൽ എത്ര പൈസ, 35-36 പൈസ. 2011 അതിന് $1 വാല്യൂയിലേക്ക് വന്നിരിക്കുന്നത്. $1 മീൻസ് 90 രൂപയുടെ ഇക്വലന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 90 രൂപ. 2010 അത് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ആ 2010 ബിറ്റ്കോയിനെ സ്കാം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാമേഴ്സ് കളിച്ചെങ്കിലും അവിടെ ബിറ്റ്കോയിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ ആയിരിക്കുന്ന ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിനിലൂടെ റൺ ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഒരു സ്കാമേഴ്സിനും അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, ലൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നഷ്ടം സംഭവിച്ചവരാരെന്താണ്, അതിന്റെ കീ ഫ്രൈസുകൾ അതേപോലെ അത് വേണ്ട എന്ന് വിചാരിച്ച് എഴുതിയിട്ട് നശിപ്പിച്ച ആൾക്കാർ, അവർക്കൊക്കെ അതിലൂടെയുള്ള ആ ക്രിപ്റ്റോ കറൻസിനെ യൂസ് ചെയ്യാത്ത രീതിയിലേക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കപ്പെടാൻ പോലും പറ്റാത്ത ഒരു അൺവാണ്ടഡ് വാലറ്റ് അല്ല, വാണ്ടഡ് വാലറ്റ് തന്നെ നിൽക്കുകയാണ്. ആ വാലറ്റിന്റെ ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾക്ക് ഇന്ന് കോയിൻ ഫോർജിലൂടെ കിട്ടുന്ന ക്രിപ്റ്റോ ടോക്കൺ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ, അന്ന് 2008 ബിറ്റ്കോയിൻ വാങ്ങാൻ വേണ്ടി സാധിച്ച് അത് വാങ്ങാതെ അതിന് പകരം ഇന്ന് കിട്ടുന്ന അന്ന് ആ സമയത്ത് കിട്ടുന്ന ഫിസിക്കൽ എലമെന്റ് എന്താണോ, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം 2010 എനിക്ക് ബിറ്റ്കോയിന്റെ വാല്യൂ $1 വാല്യൂന്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് എനിക്കറിയാം. 2011 കൂടി അതിന് 100 രൂപയോളം ആണ് എന്നുള്ളതും എന്നോട് ആര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ടെക്നോളജി പരമായിട്ട് ഞാൻ ഒരു IT ലെവലിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നീ പോയെ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സംവിധാനമില്ല, അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ഒരാളില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ സാധ്യത എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതും ഈ കോയിന് മാർക്കറ്റിലേക്ക് വലിയ രീതിയിലേക്ക് വാല്യൂയിലേക്ക് എത്തുമെന്ന് അന്ന് പറഞ്ഞു തരാൻ എംപവർ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉള്ളത് പോലെ അന്ന് ഉണ്ടെങ്കിൽ അന്ന് ഒരുപാട് ആൾക്കാർ ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ കാലത്തിന് ശേഷം വന്ന ആൾക്കാരാണെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ ഈ വെബ്3 എന്ന് പറയുന്ന ടെക്നോളജി എന്താണ് നമ്മൾ പഠിക്കുക. വെബ്3 ടെക്നോളജി ഇന്റർനെറ്റിന്റെ പുതിയ ഫേസ് ആണ്. ആ ഇന്റർനെറ്റിന്റെ പുതിയ ഫേസിലൂടെ യൂസ് ചെയ്യുന്ന കറൻസികൾ ക്രിപ്റ്റോ കറൻസികളാണ്. ഏതെങ്കിലും ഒരു ടോക്കൺ യൂസ് ചെയ്തുകൊണ്ടാണ്, ടോക്കണൈസേഷന്റെ എക്കണോമിയുടെ കാലഘട്ടമാണ് അത്. ക്രിപ്റ്റോന്റെ വെബ്3 എന്ന് പറയുന്ന കാലഘട്ടം, അവിടെ ക്രിപ്റ്റോ കറൻസികളാണ് യൂസ് ചെയ്യുക. ഇനി അടുത്തൊരു വെബ്4 എന്ന് പറയുന്ന ടെക്നോളജി വന്നുകൂടായികയില്ല. പക്ഷെ എന്നാലും അവിടെ സംവിധാനങ്ങൾ എപ്പോഴും പറയുകയാണെങ്കിൽ ഡിജിറ്റൽ എലമെന്റുകളാണ് അവിടെ യൂസ് ചെയ്യുക. ആ ഡിജിറ്റൽ എലമെന്റുകൾ ഇന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലൂടെ, ഇപ്പൊ കോയിൻ ഫോർജ് ചെയ്യുന്ന വ്യക്തിനെ സംബന്ധിച്ചോളം കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലൂടെ മാക്സിമം ക്രിപ്റ്റോ കോയിനുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി നടക്കാം. അല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്രിപ്റ്റോ ടോക്കൺ കളക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറുക. ആക്ച്വലി 100 കോടി ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഡെവലപ്പർ എന്ത് ചെയ്തിരിക്കുന്നത്, കോയിൻ ഫോർജ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുകയും അതിലൂടെ ഒരു ട്രസ്റ്റബിൾ ആയ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ആ ട്രസ്റ്റബിൾ ആയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ ആരാണോ കൂട്ടത്തിൽ നിൽക്കുന്ന അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻകം ആണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്മാർട്ട് കോൺട്രാക്ട് ഇൻകം. നിങ്ങൾ ഓരോ വ്യക്തിയോടും ഈ ക്രിപ്റ്റോ കോയിൻ വാങ്ങി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്രിപ്റ്റോ കോയിൻ കിട്ടുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന്റെ വാല്യൂ എത്തേണ്ടത് ഇതിന്റെ ഡെവലപ്പറിലേക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്ററിലേക്കാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഓണ്ടർപ്രണർ ആയിരിക്കുന്ന കോയിൻ ഫോർജിന്റെ ഓണ്ടർപ്രണർ ആയിരിക്കുന്ന വ്യക്തിയിലേക്കാണ് അത് എത്തേണ്ടത്. എങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളിലേക്ക് തന്നെ അതിന്റെ 80% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് വന്ന വാല്യൂ, ഇപ്പൊ റംഷാദിന്റെ ID വന്ന് ഒരു ID അടിച്ചിട്ടുണ്ട്, അതിലൂടെ കിട്ടുന്ന വാല്യൂ റംഷാദിന് അയച്ചു കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് പോലും റംഷാദിന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. കാരണം എന്താണ്? ഇതൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ്. ഈ ടെക്നോളജി ഒരു വാലറ്റ് ത്രൂ അടുത്ത വാലറ്റിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ആയ വ്യക്തിക്ക് ഒരു പ്രീ ഡിറ്റർമിനേഷനോട് കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ കോഡിംഗ് സിസ്റ്റത്തിൽ ഒരു ഡീസെൻട്രലൈസ് വൽക്കരിച്ചു കൊണ്ട് തന്നെ ആ സിസ്റ്റത്തിലേക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലേക്ക് അത് സേവ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലും അറിയാതെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിന്റെ കറസ്പോണ്ടിങ് ആയ വ്യക്തിയിലേക്ക് അതിന്റെ വാല്യൂ എത്തുന്നതെങ്കിൽ അവിടെ ആ പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു എലമെന്റ് ആണ് ക്രിപ്റ്റോ ടോക്കൺ. അപ്പോ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് സംശയം ഉണ്ടാവും, എന്താണ് ക്രിപ്റ്റോ ടോക്കൺ അല്ലെ? ക്രിപ്റ്റോ കറൻസി നാണയം പോലെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ നാണയം പോലെ ഇന്ന് മാർക്കറ്റിലേക്ക്, സ്ലൈഡ് മാറുന്നുണ്ടോ? ഓക്കെ, ക്രിപ്റ്റോ കറൻസി എന്താണ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു സിമ്പിൾ ആയിട്ട് അല്ലെ. അപ്പൊ വാട്ട് ഈസ് ക്രിപ്റ്റോ ടോക്കൺ? ക്രിപ്റ്റോ ടോക്കൺ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡിൽ മാറ്റി വെക്കുക, വായിച്ചു നോക്ക്. ക്രിപ്റ്റോ ടോക്കൺ ഈസ് എ ഡിജിറ്റൽ അസെറ്റ് built and managed on top of the existing blockchain. ഇപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോക്ക് ചെയിൻ ഏതാണ്? പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. ഈ പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെ ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ടുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കോയിൻ ഫോർജിന്റെ ഓൺ ബ്ലോക്ക് ചെയിനിലൂടെ അല്ല എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ സപ്ലൈ ചെയ്യുന്നത് അല്ലെ. ക്രിപ്റ്റോ ടോക്കൺ ഏതിലൂടെയാണ്? എക്സിസ്റ്റിംഗ് ആയ ഏതെങ്കിലും ബ്ലോക്ക് ചെയിനിലൂടെ സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റൂ. എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? കോയിൻ ഫോർജിന്റെ ഓൺ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ എത്തിയ ശേഷം മാത്രമേ അതിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓൺ ബ്ലോക്ക് ചെയിൻ പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആക്കി മാറ്റണം. ആ പബ്ലിക് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസി കോയിൻ ഫോർജിന്റെ ക്രിപ്റ്റോ കറൻസി ആയി മാറണമെങ്കിൽ ഒരു ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി വേണം അല്ലെ. ആ കമ്മ്യൂണിറ്റിന്റെ കയ്യിലേക്ക് ഇതിന്റെ ക്രിപ്റ്റോ ടോക്കൺ എത്തിക്കഴിഞ്ഞാൽ ആ ക്രിപ്റ്റോ ടോക്കൺ കമ്മ്യൂണിറ്റിയിലേക്ക് കിട്ടുന്ന സമയത്ത് ഞാനൊരു 15 മിനിറ്റ് അധികം എടുക്കും. നിങ്ങൾ എല്ലാവരും പേഷ്യന്റ് ആയിട്ട് നിൽക്കണം. കാരണം വെച്ചാൽ നമുക്ക് ടെക്നിക്കലി ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് കുറച്ച് ടൈം ലാപ്സ് ആയിട്ടുണ്ട്. സോ ഈ ഒരു 4 മാറ്റർ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു സെക്ഷനോട് നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ഫ്രീ ടൈം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ രാത്രി ഒരു ടൈം കിട്ടി എടുത്തുകൊണ്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ക്രിപ്റ്റോ കറൻസി നാണയം പോലെ സ്വന്തമായി ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടായിരിക്കുന്നതിന് പകരം, മലയാളത്തിലെ ഇതിന്റെ മീനിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. എ ക്രിപ്റ്റോ ടോക്കൺ ഈസ് എ ഡിജിറ്റൽ അസെറ്റ് ബിൽറ്റ് ആൻഡ് മാനേജ്ഡ് ഓൺ ടോപ്പ് എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ചെയിൻ വിച്ച് ഈസ് എ കീ
distinction from cryptocurrencies like Bitcoin that operated their own native blockchain. അവിടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ വ്യക്തമായിട്ട് അതിൽ ഡെഫൈൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഈ ഒരു ക്രിപ്റ്റോ കറൻസി നാണയം പോലെ സ്വന്തമായി ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കുന്നതിന് പകരം നിലവിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു അസറ്റിന്റെയോ ഒരു യൂട്ടിലിറ്റിയുടെയോ ഡിജിറ്റൽ സംവിധാനമാണ്, അല്ലെങ്കിൽ പ്രതിനിധാനമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിരൂപമാണ് ക്രിപ്റ്റോ ടോക്കൺ എന്ന് പറയുന്നത്. എന്താണ് ക്രിപ്റ്റോ ടോക്കൺ? ക്രിപ്റ്റോ കറൻസി നാണയം പോലെ. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന സാധനം എന്താണ്? ക്രിപ്റ്റോ ടോക്കൺ ആണ്, ക്രിപ്റ്റോ കറൻസി അല്ല. ആ ക്രിപ്റ്റോ കറൻസി ഈ നാണയം പോലെ സ്വന്തമായ ഒരു ബ്ലോക്ക് ചെയിൻ ഉണ്ടാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നതിന് പകരം നിലവിലുള്ള ബ്ലോക്ക് ചെയിൻ മീൻസ് ഇത്തേറിയം ബ്ലോക്ക് ചെയിൻ പോലെ, അല്ലെങ്കിൽ പോളിഗൺ ബ്ലോക്ക് ചെയിൻ പോലെ. ഇപ്പൊ പോളിഗൺ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ERC20 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെ നമ്മൾക്ക് എന്ത് ലഭിക്കുന്നത്? പോളിഗൺ ബ്ലോക്ക് ചെയിനിലേക്ക് കണക്ട് ചെയ്തത് കൊണ്ട് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇവിടെ പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് തന്നെ പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെ ERC20 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ട്രാൻസ്ഫർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്, അതും ഇത്തേറിയത്തിന്റെ നെറ്റ്വർക്ക് ട്രാൻസ്ഫർ മെത്തേഡ് ആയിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കുന്ന ERC20 എന്ന് പറയുന്ന നെറ്റ്വർക്കിലൂടെ ഓട്ടോമാറ്റിക്കലി ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോയിൻ ഫോർജിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുമായിട്ട് പെക്ഡ് ആയിരിക്കുന്ന ഒരു മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അതിന് ബൈബാക്ക് ആയിട്ട് കിട്ടുന്ന കോയിൻ എന്ന് പറയുന്നത് ERC20 നെറ്റ്വർക്കിലൂടെ പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെയാണ് എന്ത് ലഭിക്കുന്നത്? അതിന്റെ യൂട്ടിലിറ്റി ടോക്കൺ ആയിരിക്കുന്ന ക്രിപ്റ്റോ ടോക്കൺ നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്നത്. അപ്പോ ക്രിപ്റ്റോ ടോക്കൺ എന്നത് നിലവിലുള്ള ഒരു ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്, അതിൽ യാതൊരു സംശയമില്ല. ഒരു പ്രത്യേക പ്രൊജക്ടിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒരു അസറ്റിന്റെ സേവനം, അല്ലെങ്കിൽ ഒരു അസറ്റ്, അല്ലെങ്കിൽ ഒരു സേവനം, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി പോലെയുള്ള മൂല്യമുള്ള ഒരു ഒന്നിനെ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി മുന്നോട്ടേക്ക് ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റിയിലെ കയ്യിലുള്ള ടോക്കണുകളെ അതിന്റെ ഓൺ ക്രിപ്റ്റോ അസറ്റുകളാക്കി മാറ്റി കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ സ്വന്തമായി ബ്ലോക്ക് ചെയിൻ ഉള്ള ബിറ്റ്കോയിൻ പോലെയുള്ള നാറ്റീവ് ക്രിപ്റ്റോ കറൻസിയിൽ എന്താണ് ഒരു വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ കോയിൻ ഫോർജിലൂടെ ഈ ERC20 ഇത്തേറിയം പോലെയുള്ള മറ്റൊരു നെറ്റ്വർക്കിന്റെ മുകളിലാണ് നമ്മുടെ ഏത് ഉപയോഗിച്ചിരിക്കുന്നത്? കോയിൻ ഫോർജിന്റെ ക്രിപ്റ്റോ ടോക്കൺ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ് എന്ത്? ബിറ്റ്കോയിനെ നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് അറിയാം. ഇന്ന് ഇത്തേറിയം എന്ന് പറയുന്ന കറൻസിയുടെ സംവിധാനവും ഇത്തേറിയം ബ്ലോക്ക് ചെയിനും പോളിഗൺ ബ്ലോക്ക് ചെയിനും ഇന്ന് മാർക്കറ്റിൽ അതിന്റെ ഒക്കെ വാല്യൂ ഉള്ളതെന്നും, ഇന്ന് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ പോൾ എന്ന് പറയുന്ന കറൻസി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും, ഇത്തേറിയം എന്ന് പറയുന്ന കറൻസി ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തേറിയത്തിന്റെ കറൻസിയാണ് അവിടെ ഗ്യാസ് ഫീ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഇത്തേറിയം പണ്ട് എത്രത്തോളം വാല്യൂ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. 2017 കാലഘട്ടത്തിൽ ഇത്തേറിയത്തിന്റെ വാല്യൂ 50 രൂപയുടെ അടുത്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഇന്ന് ഇത്തേറിയത്തിന്റെ വാല്യൂ $4000 മേലെയാണ്. അന്ന് ഇത്തേറിയം കളക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ആ ഒരു കറൻസി, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം രൂപ ലോക്കറിൽ കൂട്ടിയിരിക്കുന്ന വ്യക്തി ആ 1 ലക്ഷം രൂപ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹത്തിന് ഇന്ന് ഈ 2025 എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അത് ബിറ്റ്കോയിൻ ആയാലും അല്ലെങ്കിൽ ഇത്തേറിയം ആയിരിക്കായാലും, ഇനി എന്തിനോട് പറയുന്നു, നമ്മളെ നിയർ ബൈ വാല്യൂയിലേക്ക് എത്തിയിരിക്കുന്ന BNB എന്ന് പറയുന്ന Web20 നെറ്റ്വർക്കിലൂടെ റൺ ചെയ്തിരിക്കുന്ന BNB എന്ന് പറയുന്ന കറൻസി, നമ്മളെ ബിനാൻസിന്റെ ഓൺ കറൻസി ആയിരിക്കുന്ന BNB കറൻസി വാങ്ങി വെച്ച വ്യക്തിക്ക് ഇന്ന് $1000 മേലെ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സീറോ വാല്യൂയിൽ കിട്ടുന്ന കോയിൻ ഫോർജിന്റെ ടോക്കൺ അതിന് സീറോ അല്ലേ, ഇത് എവിടെയും എത്തൂല എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത സാധാരണക്കാരനായ വ്യക്തിയോട് പോയി ചോദിച്ച് ഇതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മണ്ടന്മാരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ Web3 എന്ന് പറയുന്ന ടെക്നോളജി ഇന്ന് മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എംപവറിലൂടെ നമ്മൾ ഇതിനു മുന്നേ ഒരു പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോ അതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് Web3 ടെക്നോളജിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലൂടെ കിട്ടുന്ന കോയിനുകളുടെ വാല്യൂ ഇന്ന് സീറോ ആണെങ്കിൽ നാളെ അതിന് വലിയൊരു വാല്യൂയിലേക്ക് എത്തും എന്നുള്ളത് ബോധം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഇന്ന് നമുക്ക് കിട്ടുന്ന ടോക്കണുകളെ നമ്മൾ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തൽ എങ്ങനെയാണ്? കോയിൻ ഫോർജിൽ ID അടിക്കുക, മിണ്ടാതിരിക്കുക,
അതിലൂടെ കിട്ടുന്ന പുട്ടും കടലയും അടിക്കുക എന്ന് പറയുന്ന പോലെ എന്താണ് അതിലൂടെ കിട്ടുന്ന ഗ്ലോബൽ പൂളും അതിലൂടെ കിട്ടുന്ന അപ്ലൈൻ വർക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന 8% ഇൻകം അല്ലെങ്കിൽ വന്ന് കണക്ട് ചെയ്ത് അപ്ലൈനിലൂടെ വർക്ക് പ്രകാരം വന്ന് കണക്ട് ചെയ്ത വ്യക്തി പ്രൊമോഷൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രസ്റ്റബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കിട്ടുന്ന കോയിനുകൾ അല്ലെങ്കിൽ USDT അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് എനിക്ക് കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ചിന്തിക്കേണ്ടത് എന്താണ്? നാളെ ഇതിന്റെ വാല്യൂ എവിടത്തോളം എത്തും എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ക്രിപ്റ്റോ ടോക്കണുകളെ എപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ പലതരം ടോക്കണുകൾ ഏതിലുണ്ട്? ക്രിപ്റ്റോ ടോക്കണുകളുണ്ട്. ടോക്കൺസ് ക്യാൻ റെപ്രസെന്റ് എ വെറൈറ്റി ഓഫ് അസറ്റ് ഓഫ് യൂട്ടിലിറ്റീസ് എന്ന് അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം അവിടെ വ്യക്തമായിട്ടാണ് അല്ലെ. അപ്പോ അത് എന്ത് ചെയ്യുന്നുണ്ടത്? ഡിജിറ്റൽ ഐറ്റം ഡിഫറെന്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിപ്റ്റോ ടോക്കണുകൾ മാർക്കറ്റിലേക്ക് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി ടോക്കൺസ് എന്ന് പറയുന്ന ടോക്കൺസ് ഉണ്ട് അല്ലെ. NFT എന്ന് പറയുന്ന നോൺ ഫഞ്ചബിൾ എന്ന് പറഞ്ഞ ടോക്കൺസ് ഉണ്ട്. സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്ന നമ്മുടെ USDT അതേപോലെ USGC പോലെയുള്ള കോയിനുകളുണ്ട്. അത് സ്റ്റേബിൾ കോയിൻ ആണ്. US ഡോളറോട് പെഗ്ഡ് ചെയ്തിരിക്കുന്ന ഒരു കോയിൻ ആണ് അല്ലെങ്കിൽ ഒരു ടോക്കൺ ആണ് ഇത് USDT അല്ലെ. USDC എന്ന് പറയുന്ന കോയിൻ ഉണ്ട് അല്ലെ. USDC എന്ന് പറയുന്ന കോയിൻ ഏതിലുണ്ട്? ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് യൂസ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷെ USDT യൂസ് ചെയ്യാനുള്ള കാരണം ഇപ്പൊ കോയിൻ ഫോർജ് പോലും USDT ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അത്രത്തോളം വോളിയംസ് ഉണ്ട്, അത്രത്തോളം ക്വാണ്ടിറ്റി ഏതിലുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന US ഡോളറുമായിട്ട് പെഗ്ഡ് ചെയ്തിരിക്കുന്ന USDT യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റേബിൾ കോയിന്റെ വാല്യൂ ഒരിക്കലും വർദ്ധിക്കില്ല. മാർക്കറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പം എന്റെ കയ്യിലാണ് ഒരുപാട് USDT ഇല്ലെങ്കിൽ അന്ന് മാർക്കറ്റിലേക്ക് വേറെ ആരുടെ കയ്യിലും ആ സാധനം ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തി അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ അതിനൊരു വാല്യൂ എക്സ്ചേഞ്ചിൽ ഇടും അല്ലെ. എനിക്ക് ഇത്ര വാല്യൂ കിട്ടിയാൽ മാത്രമേ അത് മാർക്കറ്റിലേക്ക് ഞാൻ കൊടുക്കുള്ളൂ എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് എക്സ്ചേഞ്ചുകൾ പോലും കിട്ടാത്ത ഡിമാൻഡഡ് ആയിരിക്കുന്ന ടോക്കൺ. ഇപ്പൊ നമ്മൾ കോയിൻ ഫോർജ് ചെയ്യുന്ന സമയത്ത് USDC കിട്ടാൻ അല്ലെങ്കിൽ USDT കിട്ടാനില്ല എന്ന് പറയുന്ന സമയത്ത് ഉള്ള വ്യക്തികൾ വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിലേക്ക് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമുക്ക് അറിയാത്ത വ്യക്തിയുടെ കയ്യിലുള്ള സാധനം നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് എക്സ്ചേഞ്ചിൽ പോലും വിൽക്കാൻ വേണ്ടി P2P സർവീസ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബിനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ അതർ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ കാണുമ്പോഴാണ്, അത് വാങ്ങുമ്പോഴാണ് ഒരു വ്യക്തി 94 രൂപക്കാണ് അത് വിൽക്കാൻ വേണ്ടി വെച്ചതെങ്കിൽ ആ 94 രൂപക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വാല്യൂ മാർക്കറ്റിലേക്ക് എത്രയാണോ ഉള്ളത്, അടുത്തൊരു വ്യക്തി 95 രൂപക്കാണ് അത് വിൽക്കാൻ വേണ്ടി വെച്ചെങ്കിൽ അത് നമ്മൾ വാങ്ങാൻ തയ്യാറാണ്. പക്ഷെ ഈ കോയിന്റെ വാല്യൂ, സ്റ്റേബിൾ കോയിന്റെ വാല്യൂ എപ്പോഴും 85 രൂപ മുതൽ 100 രൂപയുടെ ഗ്യാപ്പിൽ മാത്രമേ അതിന് എന്തുണ്ടാവും, വാല്യൂ ഉണ്ടാവും. ഒരിക്കലും അതിനേക്കാൾ വാല്യൂ പോകില്ല. അതെന്തുകൊണ്ടാണ്? അത് സ്റ്റേബിൾ കോയിൻ ആണ്. ക്വാണ്ടിറ്റി എപ്പോഴും എന്താണ്, വർദ്ധിക്കുന്ന സാധനമാണ്, ആഡ് ഓൺ ആവുന്ന സാധനമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന കോയിൻ ഫോർജ് എന്ന് പറയുന്ന കറൻസിയുടെ അല്ലെങ്കിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ഒരിക്കലും എന്ത് ചെയ്യില്ല, വർദ്ധിക്കില്ല. അതിൽ ടോട്ടൽ 100 കോടിയാണെങ്കിൽ ഈ 100 കോടിയിൽ ഒരു 90 കോടിയാണ് മാർക്കറ്റ് ചെയ്തതെങ്കിൽ ബാക്കി 10 കോടി ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രകാരം, മൈനിങ് സപ്ലൈ പ്രകാരം അത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അൺവാണ്ടഡ് വാലറ്റിലേക്ക് ബേൺ ചെയ്ത് കളയുന്ന രൂപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ടോട്ടലി ഒരു 90 കോടിയാണ് സപ്ലൈ ചെയ്തതെങ്കിൽ തന്നെ ഇതിന്റെ ഡെവലപ്പർ കയ്യിലും ഇതിന്റെ ടെക്നിക്കൽ ടീമിന്റെ കയ്യിലും ഇതിന് സപ്പോർട്ടീവായി നിൽക്കുന്ന ആൾക്കാരിലേക്കും ഏർലി അഡോപ്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോക്കണിലൂടെ 20 കോടി ടോട്ടൽ ടോക്കൺ കിട്ടുന്ന വ്യക്തികളായി മാറുന്ന സമയത്ത് ഇതാരൊക്കെ കയ്യിലുണ്ടോ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് എന്തില്ല, അതിനപ്പുറം ഒരു കോയിൻ സപ്ലൈ ഇല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട യൂട്ടിലിറ്റി ടോക്കൺസ് ഉണ്ട്, നോൺ ഫഞ്ചബിൾ NFT ടോക്കൺസ് ഉണ്ട്. ഈ NFT ഒക്കെ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു ക്രൈറ്റീരിയ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ BOP-ലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. റോയൽറ്റി എന്ന് പറയുന്ന ഇൻകം കിട്ടാൻ വേണ്ടി പോകുന്നത് NFT പ്രത്യേകതയിൽ NFT രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. പിന്നെ സെക്യൂരിറ്റി ടോക്കൺസ് ഉണ്ട്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് സുരക്ഷാ ടോക്കൺ എന്ന് പറയും അല്ലെ. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്വത്ത് പോലെയുള്ള ഒരു അസറ്റിന്റെ ഉടമസ്ഥാവകാശം പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോക്കണാണ്. അതൊരു സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടോക്കണാണ് ഇത് സെക്യൂരിറ്റി ടോക്കൺ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ ടോക്കണുകൾ തന്നെ ഫഞ്ചബിൾ ടോക്കൺ ഉണ്ട്, നോൺ ഫഞ്ചബിൾ ടോക്കൺ. ഇതൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു BOP-യിൽ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് അടുത്ത് മനസ്സിലാക്കേണ്ടത് മൈനിങ് ആണ്. മൈനിങ് എന്താ പറയുക, നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം മൈനിങ് എന്ന് പറയുന്നത് ഖനനം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഇപ്പം ഖനനം ചെയ്യുന്നത് ഇപ്പൊ സൗദി പോലും ഖനനം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഗോൾഡ് ആണ് അല്ലെ. ഗോൾഡ് ഇപ്പോഴും മൈൻ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ നമ്മൾ മാർക്കറ്റിൽ എത്രത്തോളം വാല്യൂ കയറും നിങ്ങൾ എന്ത് ചിന്തിച്ചു നോക്കിയേ.
ഇത് കിട്ടുന്ന സാധനമാണ്, ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ക്വാണ്ടിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം, അല്ലെ? ഈ മൂല്യം വർദ്ധിക്കുന്ന എപ്പോഴാണ്? എപ്പോഴും അതൊരു കിട്ടാത്ത വസ്തു ആകുമ്പോഴാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, മുസ്തഫ് ഖാന്റെ കയ്യിൽ റൈബന്റെ ഗ്ലാസ് മാത്രം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ഷോപ്പിൽ ഇപ്പൊ റൈബൺ ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് ഒരു യുണീക്കായ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കിട്ടാത്ത ഒരു സാധനമാണെങ്കിൽ ആ കിട്ടുന്ന സാധനം എവിടെയാണോ ഉള്ളത് അത് പോയിട്ട് ആൾക്കാർ വാങ്ങും. അപ്പൊ മുസ്തഫ് ഖാൻ അതിന്റെ വാല്യൂ ആദ്യം അതിന് 10,000 രൂപ അതിന് MRP ഉണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം സാധാരണ രീതിയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാല്യൂ 5,000 രൂപയാണ്. MRP കഴിഞ്ഞിട്ട് എത്രയോ അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ചെലവും കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടേണ്ട പ്രോഫിറ്റും ഒരു 30% പ്രോഫിറ്റും അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത് 5,000 രൂപക്കാന്ന് വിചാരിക്കാം. ഈ സാധനം കിട്ടാത്ത ഒരു സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവും ഇന്ന് മാർക്കറ്റിൽ കിട്ടാത്ത സാധനമായിട്ടുണ്ട്, ഇത് ഡിമാൻഡഡ് ആയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അദ്ദേഹത്തിന് വെക്കും 9,999 വെക്കും അദ്ദേഹം. എന്തുകൊണ്ടാണ്? അത് മാക്സിമം MRP ലെവൽ അദ്ദേഹം എടുത്ത് വെക്കും. കാരണം അത് ഡിമാൻഡഡ് ആവുന്നതുകൊണ്ടാണ്, അല്ലെ? ഇവിടെ ഡിജിറ്റൽ കറൻസി, ക്രിപ്റ്റോ കറൻസി എപ്പോഴും ഡിമാൻഡഡ് ആവുന്ന എപ്പോഴാണ്? കമ്മ്യൂണിറ്റിയാണ് അതിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. കമ്മ്യൂണിറ്റി എങ്ങനെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക? ഇതേണൊക്കെ ലോക്കറിൽ പൂട്ടി വെച്ചിരിക്കുന്ന 1,00,000 രൂപയല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ലോക്കർ എന്ന് പറയുന്നത് ഡിജിറ്റൽ വാലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ വാലറ്റിൽ അത് ഒരാൾക്കും കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇത് കിട്ടാൻ വേണ്ടി എന്തിന് അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ടോക്കണിന്റെ വാല്യൂ വർദ്ധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർദ്ധിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് എങ്ങനെയാണ്? അവിടെ ഏറ്റവും ടോപ്പ് വാല്യൂയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് വാല്യൂയിൽ ആരാണോ സെൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വാല്യൂയിലേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ ക്രിപ്റ്റോന്റെ വാല്യൂ അടുത്തയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ മെക്കാനിസം, സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സോഫ്റ്റ്വെയർ മെക്കാനിസത്തിലൂടെ ഡീസെൻട്രലൈസ് സ്മാർട്ട് കോൺട്രാക്ട് കോഡിംഗ് സിസ്റ്റത്തിലൂടെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലൂടെ പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബൾക്ക് ഓഫ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക കമ്പ്യൂട്ടറുകളുടെ ശൃംഖലകൾ പുതിയ കോയിൻ സൃഷ്ടിക്കുകയും പുറത്തിറക്കുകയും പുതിയ ഇടപാടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് മൈനിങ്. എന്താണ്? ഇപ്പൊ ഉദാഹരണം പറയാ, കോയിൻ ഫോർജിന്റെ ഒരു കോയിൻ, ഈ കോയിൻ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിനൊരു മൈനിങ് പ്രോഗ്രാം ഉണ്ട്, അല്ലെ? മൈൻ ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ആരാണ് മൈൻ ചെയ്യുന്നത്? ഇതിന്റെ ഡെവലപ്പേഴ്സ് ആണ്, അല്ലെ? എങ്ങനെയാണ് മൈൻ ചെയ്യുന്നത്? കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തുകൊണ്ട്, ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട്, സോഫ്റ്റ്വെയർ മെക്കാനിസത്തിലൂടെ ഗണനം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇത് മൈനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പുതിയ നാണയങ്ങൾ സൃഷ്ടിക്കുന്നതിനും പുതിയ ഇടപാടുകൾ സ്ഥിരീകരിക്കുന്നതിനും ബിറ്റ്കോയിന് പോലെയുള്ള മറ്റു നിരവധി ക്രിപ്റ്റോ കറൻസികളും ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് മൈനിങ്. എങ്ങനെ? പുതിയ നാണയങ്ങൾ സൃഷ്ടിക്കുന്നതിനും പുതിയ ഇടപാടുകൾ സ്ഥിരീകരിക്കുന്നതിനും ബിറ്റ്കോയിൻ പോലെയുള്ള സംവിധാനങ്ങൾ, ഇപ്പൊ ഇത്തേറിയം ആയിരിക്കട്ടെ അല്ലെങ്കിൽ BNB ആയിരിക്കട്ടെ, ഇപ്പൊ സൊളോണ ആയിരിക്കട്ടെ, ഏതൊരു കറൻസികളും നിരവധി കറൻസികൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇത് മൈനിങ് എന്ന് പറയുന്നത്. കോയിൻ ഫോർജ് ഇപ്പൊ എന്താ ചെയ്യുന്നത്? 100 കോടി ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തുകൊണ്ടിരിക്കാം. ആ ക്രിപ്റ്റോ കറൻസി ഇനി എന്ത് ചെയ്യും? നമ്മള് റോഡ് മാപ്പിലുള്ള മൈനിങ് സപ്ലൈയിലൂടെ എന്ത് ചെയ്യും? Q3 സപ്ലൈ ചെയ്യും. ഇന്ന് സൂം യൂസർ ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, അദ്ദേഹവും ഇന്ന് കോയിൻ വാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ടോക്കണുകൾ നാളെ ഇതിന്റെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി കൊടുക്കുന്ന സംവിധാനങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോയിൻ ഫോർജിലൂടെ വരുന്നുണ്ട്. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സംവിധാനം വരുന്നുണ്ട്. അപ്പൊ മൈനിങ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൈനിങ് എന്ന് പറയുന്നത് ഖനനം ചെയ്തെടുക്കുക. എന്തിലൂടെ? വിവിധ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട്, ആ സംവിധാനങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് മൈൻ ചെയ്തിരിക്കുന്ന സാധനം അല്ലെങ്കിൽ ആ കറൻസി അത് മാർക്കറ്റിലേക്ക് ആര് സപ്ലൈ ചെയ്യും? ഇപ്പൊ കോയിൻ ഫോർജ് ആയിരിക്കട്ടെ, കോയിൻ ഫോർജിന്റെ ഡെവലപ്പേഴ്സ് അത് മൈനിങ് സപ്ലൈയിലൂടെ, മൈനിങ് പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യും? സപ്ലൈ ചെയ്യുന്ന സമയത്ത് അന്ന് അതിന് മൈനിങ് ചാർജ് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മാക്സിമം മൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്രിപ്റ്റോ കറൻസി കിട്ടാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഉറപ്പായും കിട്ടുന്ന ടോക്കണുകളെ മാക്സിമം ഇന്ന് നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഡബിൾ വാല്യൂ കൊടുത്തുകൊണ്ട് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി മൈനിങ് ചാർജ് അടക്കം കൊടുക്കേണ്ട അവസ്ഥയിൽ ആവുന്ന ആൾക്കാരായി മാറരുത് എന്നാണ് പറയാനുള്ളത്. കാരണം ഇന്ന് നിങ്ങൾക്ക് മാക്സിമം ലെവലുകൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1050 കോയിൻ കിട്ടും. അത് നിങ്ങൾക്ക് മാക്സിമം കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അസറ്റ് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികളിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും?
അതിലൂടെ ഒരു 25% ഇതിന്റെ ഡെവലപ്പേഴ്സ് ഒരു പ്രീ ഡിറ്റർമിനേഷനോടുകൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സംവിധാനത്തിലൂടെ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സോ സിമ്പിൾ ആയിട്ട് ഒരു എയർ ഡ്രോപ്പിന്റെ കാര്യം കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എയർ ഡ്രോപ്പ് എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. ക്രിപ്റ്റോ എയർ ഡ്രോപ്പ് ഈസ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേഴ്സ് എ ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് distribute free cryptocurrency token to users and a wallet to build awareness and community. ഇവിടെ തന്നെ വ്യക്തമായിട്ട് അതിൽ പറയുന്നത് ക്രിപ്റ്റോ കറൻസി എയർ ഡ്രോപ്പ് എന്നത് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അല്ലെ. അവിടെ ഒരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്ട് ഉപയോക്താക്കൾക്ക്, ആ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് അവരുടെ വാലറ്റുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി വളർത്തുന്നതിന്റെ ആവശ്യമായി സൗജന്യമായി കൊടുക്കുന്ന ക്രിപ്റ്റോ കറൻസി ടോക്കണുകളാണ്. അത് ഏതിലൂടെയാണ് വിതരണം ചെയ്യുക? എയർ ഡ്രോപ്പ് പോലെയുള്ള പ്രോഗ്രാമിലൂടെയാണ് വിതരണം ചെയ്യുക അല്ലെ. സോഷ്യൽ മീഡിയ അത് ചിലപ്പം ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, പല ടാസ്കുകൾ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിലെ പ്രൊജക്റ്റിലേക്ക് പിന്തുടരാൻ വേണ്ടി പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു നിശ്ചിത തുക ക്രിപ്റ്റോ കറൻസി കൈവശം വയ്ക്കുക തുടങ്ങിയ ലളിതമായ ജോലികൾ നിങ്ങളോട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയുന്നുണ്ടാവും, ആ എയർ ഡ്രോപ്പ് സംവിധാനം ആരാണ് മാർക്കറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് കറൻസിയാണോ മാർക്കറ്റിലേക്ക് വരുന്നത് ആ കറൻസി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബിറ്റ് കോയിൻ ആയിരിക്കും ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഷിബിനു എന്ന് പറയുന്ന കോയിൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ടെലഗ്രാം പോലെയുള്ള പ്രോഗ്രാമിലൂടെ ടെലഗ്രാമിന്റെ ഓൺ കോയിൻ വരെ ഇന്ന് മാർക്കറ്റിലുണ്ട്. അത് നമുക്ക് സാധാരണക്കാരനെ വ്യക്തിക്കാരില്ല. ടോൺ എന്ന് പറയുന്ന കോയിൻ എന്തുണ്ട് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാമിന്റെ കോയിൻ ആണെന്നുള്ളത് നമുക്ക് അറിയില്ല, ആ സമയത്ത് അറിയില്ല. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ വന്നാൽ അതിന് $7 വാല്യൂല് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന ഇന്ന് അത് ഒരു $3-4 അതിന് വാല്യൂ ഉണ്ട്. അപ്പോ ഓരോ പ്രൊജക്റ്റിലേക്കും കണക്ട് ചെയ്യുന്ന ഓരോ കോയിനുകൾ എന്ത് ചെയ്യും മാർക്കറ്റിലേക്ക് വരും. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ക്രിപ്റ്റോ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾ അവിടെ എന്ത് ചെയ്യും, എയർ ഡ്രോപ്പ് സംവിധാനങ്ങൾ യൂസ് ചെയ്യും. അതിന് മുന്നേ ഇതിന്റെ കോയിൻ സപ്ലൈ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയും സപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ടോക്കൺ ആയിട്ട് മാത്രമാണ് സപ്ലൈ ചെയ്യുക. എയർ ഡ്രോപ്പിലൂടെയും നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ആ ക്രിപ്റ്റോ കറൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത്ര ക്രിപ്റ്റോ കറൻസി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പിന്തുടരണം, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചിത ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ കയ്യിൽ കൈവശം വെക്കണം. ആ ജോലികൾ നിങ്ങൾക്ക് പൂർത്തിയാക്കുന്ന സമയത്ത് അതിന് ഈ ടോക്കണുകൾ കിട്ടുകയും അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ടോക്കൺ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് സൂക്ഷിക്കാനും വേണ്ടി സാധിക്കും. ടോക്കണുകൾ നേരിട്ട് അവരവരുടെ വാലറ്റിലേക്ക് അയക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത് എയർ ഡ്രോപ്പ്. തുടർന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അത് കൈവശം വെക്കുവാനും അത് വ്യാപാരം ചെയ്യുവാനും, മീൻസ് സ്റ്റേക്കിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തിരിച്ചെടുക്കാനും പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ പ്രൊജക്ടുകൾ എയർ ഡ്രോപ്പ് എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുക വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് കിട്ടുന്നത് എയർ ഡ്രോപ്പിലൂടെയല്ല ഈ കോയിൻ കിട്ടുന്നത്. ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന ഏതിലൂടെയാണ് സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് അല്ലെ. പ്രൊജക്ട് എയർ ഡ്രോപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു പുതിയ പ്രൊജക്ടിനെ കുറിച്ചോ ടോക്കൺ ലോഞ്ചിങ്ങിനെ കുറിച്ചോ പ്രചരിപ്പിക്കുന്ന ചെലവ് കുറഞ്ഞ മാർഗമായത് കൊണ്ട് തന്നെയാണ് എയർ ഡ്രോപ്പ് പല ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ അവസാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്, ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുള്ളൂ. സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്റ്റേക്കിംഗ് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ അറിയില്ല. കാരണം നിങ്ങൾ അങ്ങോട്ടേക്ക് കിട്ടിയിരിക്കുന്ന ക്രിപ്റ്റോ ടോക്കണുകളെ നാളെ നിങ്ങളെ ക്രിപ്റ്റോ ടോക്കൺ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലൂടെ പ്രവർത്തിപ്പിക്കുന്ന സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്രിപ്റ്റോ ടോക്കണുകൾ ഒരിക്കലും അതിന്റെ ഡെവലപ്പേഴ്സിലേക്ക് കംപ്ലീറ്റ് കൊടുക്കാതെ ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് അത് ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ട് ആ ക്രിപ്റ്റോ ടോക്കൺ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. സ്റ്റേക്കിംഗ് ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കുകളോട് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമായും പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് ആണ് ഏത് സ്റ്റേക്കിംഗ് സംവിധാനങ്ങൾ. നിങ്ങൾ നിക്ഷേപിക്കുന്ന ക്രിപ്റ്റോ കറൻസിയുടെ കൂടുതൽ തുക, അത് അതിന്റെ തുകയും അതിന്റെ പ്രോഫിറ്റും എല്ലാം നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയത്തിൽ ഒരു പീരിയോഡിക് ടൈം വരെ നിങ്ങൾ അവിടെ ഫ്രീസിങ് വാല്യൂല് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ റിവാർഡുകളായിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു സംവിധാനം കൂടി, അത് നെറ്റ്വർക്കിലൂടെ നിങ്ങൾക്ക് റിവാർഡുകളായിട്ട് കിട്ടുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത് സ്റ്റേക്കിംഗ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് സ്റ്റേക്കിംഗ് ചെയ്യുന്നത്? സ്റ്റേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഈ കറൻസി മാർക്കറ്റിൽ വിറ്റഴിച്ച് പോവാത്തത് കൊണ്ട് തന്നെ ആ ക്രിപ്റ്റോ വാല്യൂവിന് എന്ത് ചെയ്യും, മാർക്കറ്റിൽ വലിയ രീതിയിലേക്ക് ഡിമാൻഡഡ് ആൻഡ് സപ്ലൈ ആയി മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സ്റ്റേക്കിംഗ് സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഹൈഡ് ആക്കിയതാണ്.
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സെക്ഷനുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് ചലഞ്ച് വന്നിട്ടുണ്ട്. അതിന് പരമായിട്ടാണ് ഞാൻ ഒരു 15 മിനിറ്റ് ഞാൻ ഇവിടുന്ന് എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. സോ ഈ ഇത്രയും അവസരത്തിൽ ഈ ഒരു സമയത്ത് മാക്സിമം ഈ ക്രിപ്റ്റോ അസറ്റുകൾ നിങ്ങൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, തുനിഞ്ഞു നിന്നാൽ, മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയും, ഒരു മലയാളത്തിൽ പറയും, കണ്ണൂർ ഭാഷയിൽ മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയും. ഓക്കെ, ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എംപവർ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ മാക്സിമം ക്രിപ്റ്റോ ടോക്കണുകൾ ഇന്ന് നിങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? അതിന് $1 ആയിക്കട്ടെ, അല്ലെങ്കിൽ $5 ആയി കഴിഞ്ഞാലും $5 എത്തിച്ചേരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ബൈബാക്ക്, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എംപവറിൽ ഇപ്പോ വന്നിരിക്കുന്ന 2025 മാർച്ചിൽ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളെല്ലാം ഭാഗ്യവാന്മാരെന്നേ ഞാൻ പറയും. കാരണം ഇവിടെ നിങ്ങൾ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈബാക്ക് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്രിപ്റ്റോ അസറ്റ് കിട്ടുന്നുണ്ട്. ഈ ക്രിപ്റ്റോ അസറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നാളെ നമ്മളെ സംബന്ധിച്ചോളം ഇതിനു മുന്നേ നമ്മൾ മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല. നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രിപ്റ്റോ കോയിൻ കിട്ടുന്ന അതിലേക്കുള്ള ടോക്കൺ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അവിടെ നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, നമ്മൾ എക്സ്ട്രാ നമ്മൾ കോയിൻ വാല്യൂ പർച്ചേസ് ചെയ്തിട്ടാണ്. അവിടെ നമുക്ക് NFT ടോക്കണുകളാണ് കിട്ടിയതെങ്കിൽ ഇവിടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഇന്ന് ഇവിടുന്ന് കിട്ടുന്നത് ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസി കിട്ടുന്ന ടോക്കണുകളാണ് കിട്ടുന്നത്. ആ ടോക്കണുകൾ ഇന്ന് നിങ്ങൾ മാക്സിമം നിങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ട്രസ്റ്റ് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇത്രയും സമയത്തുള്ള നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടുന്ന കോയിനുകൾക്ക് നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഇന്നത്തെ മേഖലയിലൂടെ ടച്ച് ചെയ്തിട്ടാണ് ഈ കറൻസികൾ മാർക്കറ്റിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു അവബോധമുള്ള ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്കറ്റിലേക്ക് ഇറങ്ങുവാനും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയും സമയം എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്ന അനീഫ സാറിനും അതുപോലെ എംപവറിനും വലിയ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്ക് ടു MC and wish you all the best, wish you all the success. Thank you very much. താങ്ക് യു റംഷാദ് ബ്രോ. എല്ലാവരും ഒരു ഡിജിറ്റൽ ക്ലാപ്പോട് കൂടി തന്നെ നമ്മളെ ഒരു ഹാപ്പി ആക്കിയിട്ട് തന്നെ ഇന്ന് നമുക്ക് നമ്മളെ റംഷു ബ്രോനെ പറഞ്ഞേക്കേണ്ടതുണ്ട് ഈ ഒരു സെഷനിൽ നിന്ന്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ചു നേരം ഒരു ടെക്നോളജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് അവസാനിപ്പിക്കാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇതിൻ്റെ തുടർച്ച ഒരു പക്ഷേ ഇനിയും നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടാവും. അതിനോട് നിങ്ങൾക്ക് പറയാനുള്ളത്, റംഷാദ് സാർ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ടോക്കൺസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ പുതുതായിട്ട് വന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാണ്. ഈ 2009 നമ്മുടെ ഈ ബിറ്റ് കോയിൻ വന്ന സമയത്ത് വെറും 35 പൈസക്ക് എൻ്റെ മുന്നിൽ വന്നിട്ട് മേടിക്കാതെ പോയ ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവും റംഷാദ് പറഞ്ഞിട്ടുണ്ട്. ഇംപവർ പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി അതിനെക്കുറിച്ച് അതിൻ്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്ന് എനിക്ക് പറ്റിയിട്ടുള്ള സംഭവം. അതിനേക്കാൾ വളരെ വ്യക്തമായി നമുക്ക് 0 വാല്യൂയിൽ കിടക്കുന്ന നമ്മുടെ കോയിൻ ഫോർജിന്റെ കോയിൻസ് ഈ വർഷം ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത വർഷം ഫസ്റ്റോട് കൂടെ ലിസ്റ്റിങ്ങിലോട്ട് പോവാണ്. ഈ 0 വാല്യൂ തന്നെയാണ് അന്ന് ബിറ്റ് കോയിനും എനിക്കുണ്ടായിരുന്നത്. എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. അന്നൊരു 10 ബിറ്റ് കോയിൻ എടുത്ത് വെക്കണതിന് ശേഷം ഇന്ത്യൻ മണി ഒരു 3.5 രൂപയെ വരുമായിരുന്നുള്ളൂ. 35 പൈസ എന്ന് പറയാം. അന്ന് 10 ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരില്ല. പക്ഷെ അത് വേറെ വിഷയം. അതുകൊണ്ടാണ് അത് എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതുപോലെ എനിക്ക് പറ്റിയില്ല. അതേപോലത്തെ ഒരു മണ്ടത്തരം നിങ്ങൾക്കും പറ്റാതിരിക്കാൻ മാക്സിമം ടോക്കൺസ് ഏൺ ചെയ്യുക. അതേപോലെ ഇന്ന് ഫീഡ്ബാക്ക് ഇല്ല. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ആയിട്ടോ ഡിജിറ്റലായിട്ടോ ഇടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം മറക്കരുത്, ഇന്ന് രാത്രി 9 മണിക്കുള്ള വെൽക്കം മീറ്റിൽ നമ്മളെല്ലാവരും ഉണ്ടാവുക. മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ കൂടെ വന്ന ന്യൂ കമേഴ്സിനെ എല്ലാവരെയും തീർച്ചയായിട്ടും പങ്കെടുപ്പിക്കുക. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.